വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിന്റെ 6ാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ ഗുണിതങ്ങളും ഘടകങ്ങളും, അതായത് മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ്. ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആയത് കേട്ടോ. നമ്മൾ ഇതുവരെ 6ാമത്തെ ചാപ്റ്ററാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആവും ഞങ്ങളെ ഈ പാഠം കേട്ടോ. എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ചെയ്യുമ്പോൾ, പക്ഷേ ടേബിൾ അറിയണം കേട്ടോ. അപ്പോൾ ഈ ടെസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, മലയാളം മീഡിയക്കാരെ ഇംഗ്ലീഷ് മീഡിയക്കാരെയും കയ്യിലുണ്ടല്ലോ. ഇതാണ് നമ്മുടെ ടെസ്റ്റ്. അതിൻ്റെ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് മൾട്ടിപ്പിൾസ് എന്നാണ് കേട്ടോ. മൾട്ടിപ്പിൾസ് ഓഫ് മൾട്ടിപ്പിൾസ്. അപ്പോൾ ഇതിനകത്തിൽ ഫസ്റ്റ് തന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുവാണെന്നറിയാമോ? ഈ എണ്ണൽ സംഖ്യകൾക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് നാച്ചുറൽ നമ്പർ എന്നാണ്. എന്താ നിങ്ങളെ നാച്ചുറൽ നമ്പറുകളാണ് എണ്ണൽ സംഖ്യ. ഈ എണ്ണൽ സംഖ്യ എന്ന് വെച്ചാൽ എന്താ? 1, 2, 3, 4 ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതെല്ലാം എന്താ? എണ്ണൽ സംഖ്യകളാണ്. 1ലാണ് തുടങ്ങുന്നത് കേട്ടോ. മറ്റേ 0 മുതലാണെങ്കിൽ നമ്മൾ അതിനെ ഓൾ നമ്പർ എന്ന് പറയും കേട്ടോ. ഓൾ നമ്പർ എന്ന്. പിന്നെ നാച്ചുറൽ നമ്പർ, ഓൾ നമ്പറുകൾ ഒരുപാടുണ്ട്. നമുക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ. എണ്ണൽ സംഖ്യ എന്ന് കേട്ടാൽ, നാച്ചുറൽ നമ്പർ എന്ന് കേട്ട് കഴിഞ്ഞാൽ 1, 2, 3, 4 എന്നാണ്. ഞാനിവിടെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 2ന്റെ ഗുണിതങ്ങൾ എഴുതിയിട്ടുണ്ട്, 3ന്റെ ഗുണിതങ്ങൾ എഴുതിയിട്ടുണ്ട്, 6ന്റെ ഗുണിതങ്ങൾ എന്ന് വെച്ചാൽ ഗുണിതങ്ങൾ ടേബിളില്ലേ അതെന്ന് എഴുതി വെച്ചെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഇനി അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എന്നാന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം നോക്കിയേ, ഞാൻ 2ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞില്ലേ. ഇപ്പം 2ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത് നോക്കിയാൽ നാച്ചുറൽ നമ്പർ 1 അല്ലേ. നമ്മൾ 2ന്റെ ടേബിളായ 1 × 2 = 2 ആണ് അല്ലേ. ഇപ്പം 2ന്റെ ടേബിൾ ഞാനൊന്ന് പറയാം. അപ്പം നമ്മൾ 2ന്റെ ടേബിളാണ്. നാച്ചുറൽ നമ്പറിൻ്റെ ഒന്നാമത്തെ 1, അടുത്ത 2. 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. അടുത്ത 2 കഴിഞ്ഞാൽ പിന്നെ 3. ഇതെല്ലാം നാച്ചുറൽ നമ്പറിൽ വരുന്നതാണ് അല്ലേ. 1 മുതൽ തുടർന്ന് 3 × 2 എന്ന് പറയുന്നത് എന്താ? 6 ആണ്. അടുത്ത 4 × 2 ഇതിൻ്റെ ഏതിൻ്റെ ആ ടേബിൾ? 2ൻ്റെ ആണ് അല്ലേ. ഇതെല്ലാം എന്താ? 4 × 2 8 ആണ്. മനസ്സിലായോ? നമ്മുടെ ഈ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ നമ്മൾ ഏതിൻ്റെ ആണോ ടേബിൾ എടുക്കുന്നത്, 2ൻ്റെ ആണെങ്കിൽ എന്താ എങ്ങനെയാണ് വരുന്നത് അല്ലേ? 2ന്റെ ടേബിൾ. ഈ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ നമ്മൾ 3 കൊണ്ടാണ് ചെയ്യുന്നെങ്കിലോ 1 × 3 3, 2 × 3 6 അല്ലേ, 3 × 3 9. മനസ്സിലായോ? നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യയുടെ കൂടാണ് നമ്മൾ ഏതിൻ്റെ മൾട്ടിപ്പിൾ ആണോ എടുക്കുക. ഇപ്പോൾ 2ന്റെ ആണെങ്കിൽ 1 × 2 2 അല്ലേ, 2 × 2 4, 3 × 2 2ന്റെ ടേബിൾ ആണെങ്കിൽ അല്ലേ ആ 2 വെച്ചാണ്. എന്നാൽ ഈ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ 3ന്റെ ആണെങ്കിലോ 1 × 3 3 അല്ലേ, 2 × 3 6, 3 × 3 9. അങ്ങനെയാണ് നമ്മളിത് ഫസ്റ്റ്. നിങ്ങൾക്ക് അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി നമ്മൾ അതിനകത്തിൽ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇപ്പം നമ്മളിവിടെ നോക്കിയോ നിങ്ങളെ, 2ന്റെ ടേബിൾ നമ്മൾ പറഞ്ഞു 2, 4, 6, 8, 10, 12 ഇങ്ങനെ പോവുകയാണ്. 3ന്റെ ടേബിൾ എന്ന് പറഞ്ഞു നോക്കിക്കേ, 3, 6, 9, 12, 15, 18 ഇങ്ങനെ 3ന്റെ ടേബിൾ നമുക്കറിയാമല്ലോ. ഇനി എൻ്റെ തൊട്ട് താഴെ ഞാൻ 6ന്റെ ടേബിൾ എഴുതിയേക്കുക. 6, 12, 18, 24, 30, 36 അങ്ങനെ എഴുതിയേക്കുക അല്ലേ. ടേബിൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞാനൊരു ഇത് പറയാം നിങ്ങൾ നോക്കണേ. ഇവിടെ ഞാൻ 6 എന്ന് ഒരു സംഖ്യ പറയുക കേട്ടോ. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ സംഖ്യകൾ തങ്ങൾ ഇൻഡ്യൂ ചെയ്യുന്നതായിരിക്കും കുഞ്ഞുങ്ങളെ? 6 എന്ന് പറയുന്നത്, 6 എന്ന് പറയുന്നത് നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മൾ ഫസ്റ്റ് പറയാം 1 × 6 ആണ് 6 എന്ന് നമുക്ക് പറയാം അല്ലേ. പിന്നോ 2 × 3 6 എന്ന് നമുക്ക് പറയാം. പറഞ്ഞുകൂടായോ? പിന്നെ 3 ഉണ്ടല്ലോ. 3 × 2 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? 6 എന്ന് പറയാം. പറഞ്ഞുകൂടായോ? പറയാം അല്ലേ. എന്ന് വെച്ചാൽ 1, 2, 3. അടുത്ത 4ന്റെ ടേബിളിൽ 6 വരുമോ? ഇല്ല. 5ന്റെ വരുമോ? ഇല്ല അല്ലേ. 6ഓ? 6 × 1 6. വല്ലോ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്താ 6 എന്നൊരു നമ്പർ ഞാൻ പറയുകയാണ്. 1 × 6 6 ആണ് അല്ലേ. അത് കഴിഞ്ഞ് 2 × 3 6. ഈ 6 വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്തത്. അടുത്ത 3 × 2 6 ആണ്. 6 × 1 6 ആണ്. നമ്മൾ 4 ഇവിടെ എടുക്കാഞ്ഞത് 4 6ന്റെ ടേബിളിൽ വരുന്നുണ്ടോ? ഇല്ല. പിന്നെ 5 വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് വന്നിരിക്കുന്ന ഏതൊക്കെയാണ് നിങ്ങളെ? 1 വന്നായിരുന്നു അല്ലേ, 2 വന്നായിരുന്നു, 3 വന്നായിരുന്നു, 6 വന്നായിരുന്നു. ഇതെല്ലാം എന്താ? നമ്മൾ ഈ 6ന്റെ ടേബിളിൽ വരുന്നതാണ് കേട്ടോ. ഇതിനെ നമ്മൾ ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. എന്താ? ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 6ന്റെ ഘടകങ്ങൾ എന്നാണ് പറയുന്നത്. എന്താ നിങ്ങളെ?
ആറിൻ്റെ ഘടകങ്ങൾ എന്നാണ് പറയുന്നത്. ഇതൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം നമ്മളോട് പറയാം, ഇപ്പം ഈ 6 എന്ന് പറയുന്നതിനെ നമ്മൾ ഈ 1 എന്ന് പറയുന്നതിനെയും 6 എന്ന് പറയുന്നതും, കാരണം നമ്മുടെ ചോദ്യം 6 ഏതൊരു സംഖ്യയെ 1 കൊണ്ട് ചെയ്താലും എന്താ 1 തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ 2 പേര് മാത്രമേ ഉള്ളൂ. ഏതാ 2, കറക്റ്റ് പറയാനെങ്കിൽ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 3 എന്ന് മാത്രം മതി കേട്ടോ. എന്ന് വെച്ചാൽ എന്താ, ഇപ്പോൾ 1 × 6 അല്ലേ, 1 × 6ഉം 6 × 1ഉം ഒന്ന് തന്നെയല്ലേ കുഞ്ഞുങ്ങളെ, മനസ്സിലായോ? അപ്പോൾ ഇതിനെ നമുക്ക് ഒഴിവാക്കിയെന്ന് വെച്ചാൽ ഏതൊരു സംഖ്യയെ 1 കൊണ്ട് ചെയ്താലും ആ സംഖ്യ തന്നെയാണ്. അപ്പോൾ അതിനെ നമുക്ക് അങ്ങ് ഒഴിവാക്കിയാൽ, ഇത് ഫാക്ടർ കാണുമ്പോൾ കറക്റ്റ് അത് വേണ്ടുന്നതാണ്. ഇപ്പം നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്, 6 എന്ന് പറയുന്നത് 2 × 3 അല്ലെ 3 × 2 6, അല്ലാതെ 1 × 6 6 6 × 1 6 നമുക്കങ്ങ് വേണ്ടാന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ ആൻസർ 6 കേട്ടോ. അതായത് 6ൻ്റെ 2 ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2ഉം 3ഉം ആണെന്നാണ് കേട്ടോ. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. 6ൻ്റെ 2 ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2ഉം 3ഉം ആണ്. അതായത് 2ൻ്റെയും 3ൻ്റെയും ടേബിൾ എടുക്കാമെങ്കിൽ എന്താ, നമുക്ക് 6ൻ്റെ ടേബിൾ ഉണ്ടല്ലോ, 6ൻ്റെ ടേബിൾ ഈ കിടക്കുന്ന ടേബിൾ, ഇതിനകത്ത് കിടക്കുന്ന ഇത് തന്നെ ഇതിനകത്തിലേ ഉണ്ടെന്നാവും നിങ്ങൾ നോക്കി. ഇപ്പം നമ്മൾ 6ൻ്റെ ടേബിൾ എടുക്കുമ്പോഴേ 2ൻ്റെ ടേബിളിനകത്തിലും അത് കാണും. നോക്കണേ, 2ൻ്റെ ടേബിളിനകത്തിൽ നോക്കിക്കേ 6 വന്നിട്ടുണ്ട് കണ്ടോ, പിന്നെ 12 വന്നിട്ടുണ്ട് കണ്ടോ, പിന്നെ 18 വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വാങ്ങി ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കിക്കേ 6 വന്നിട്ടുണ്ട്, 12 വന്നിട്ടുണ്ട്, പിന്നെ 18 വന്നിട്ടുണ്ട്, 24 വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ 2ഉം 3ഉം ഗുണിക്കുമ്പോൾ, 2ഉം 3ഉം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര വരുന്നത്, അല്ലെങ്കിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 6 വരുന്നത്. 6ൻ്റെ എല്ലാ ഗുണിതവും 2ൻ്റെയും 3ൻ്റെയും ഗുണിതത്തിൽ വരുമെന്നാണ്. 6ൻ്റെ ഈ കാണുന്ന മൾട്ടിപ്പിൾ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, 6ൻ്റെ മൾട്ടിപ്പിൾ ടേബിള്, ഈ തന്നിരിക്കുന്ന 6ൻ്റെ ടേബിള്, ഇതിൻ്റെ ഗുണിതങ്ങളിൽ എല്ലാം ഗുണിതത്തിൻ്റെ, മനസ്സിലാവുന്നുണ്ടോ, ഇതിനകത്തിലെ നമ്മൾ ഈ പറഞ്ഞ 2ൻ്റെയും 3ൻ്റെയും ഗുണിതത്തിലുണ്ടായിരുന്നല്ലോ കാണും എന്നാണ് പറയുന്നത്. ഇതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ഫസ്റ്റിലെ കാര്യങ്ങളാണ്. വല്ല മനസ്സിലായോ? നിങ്ങൾക്ക് ഈ 1 × 6 അങ്ങ് ഒഴിവാക്കിയേരെ, 6 × 1 ഒഴിവാക്കിയേരെ കേട്ടോ. പിന്നെ ഏതായി വരുന്നുള്ളൂ, 2ഉം 3ഉം മാത്രമേ, 2ൻ്റെയും 3ൻ്റെയും ടേബിളിൽ മാത്രമേ 6 വരുന്നുള്ളൂ. ഈ 1 ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യയെ 1 കൊണ്ട് ഇൻറ്റു ചെയ്താലും എന്താ കുഞ്ഞുങ്ങളെ ആ സംഖ്യ തന്നെയാണ്. അപ്പോൾ പിന്നെ അത് 1 വേണ്ട. നമ്മളിപ്പം ഒരു ഉദാഹരണം കൂടെ പറയാം കുഞ്ഞുങ്ങളെ. ഇപ്പം നമ്മൾ 10 എന്ന് ഞാൻ പറയുക, ഒരെണ്ണം കൂടെ പറയാം, അല്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. ഈ 10 എന്ന് പറയുന്നത് നമുക്ക് വേണേൽ 1 × 10 10 എന്ന് പറയാം. നമ്മൾ പറഞ്ഞാൽ അതങ്ങ് ഒഴിവാക്കാം അല്ലേ. അല്ലാതെ വരുമെങ്കിലോ 2 × 5 എന്താ 10 അല്ലേ. അല്ലെങ്കിലോ 5 × 2 എന്ന് പറഞ്ഞാലും 10. അപ്പം ഇവിടെ ആരേ വരുന്നുള്ളൂ, 2ഉം 5ഉം മാത്രമേ വരുന്നുള്ളൂ. ഇപ്പം പിടികിട്ടിയോ? ഇവിടെ 10ൻ്റെ ടേബിളിൽ അല്ലേ, 10ൻ്റെ ടേബിൾ നമ്മൾ ചെല്ലുമ്പോൾ മനസ്സിലായോ അല്ലെ. 10ൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്ന കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ നല്ല 10ൻ്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടർ നല്ലപോലെ മനസ്സിലാക്കി പോണേ. ഫാക്ടർ എന്ന് പറയുന്നത് ആരാണിവിടെ, 2ഉം 5ഉം മാത്രമാണ്. ഇപ്പോൾ പിടികിട്ടിയോ? 10ൻ്റെ ഘടകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 നമുക്ക് എടുക്കണ്ട, പിന്നെ ഏതാ 2 × 5 10, 5 × 2 10. ഇനി വേറെ വല്ലതും വരുന്നുണ്ടോ? 10 × 1 വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഈ 2 എണ്ണം ഏതാ 2ഉം 5ഉം മാത്രമാണ് 10ൻ്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പം പിടികിട്ടി കാണുമല്ലോ. നമുക്കിനി അതിൻ്റെ കണക്കിലോട്ട് കയറാം. നമ്മുടെ ടെസ്റ്റിൽ നമ്മുടെ പേജ് നമ്പർ 84 ഇങ്ങനെ ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് ദ മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ആർ മൾട്ടിപ്പിൾസ് ഓഫ് ദാറ്റ് നമ്പർ ആൾസോ. ഒരു സംഖ്യയുടെ ഗുണിതത്തിൻ്റെയും ഗുണിതങ്ങൾ, ഒരു സംഖ്യയുടെ ഗുണിതത്തിൻ്റെ ഗുണിതങ്ങൾ എല്ലാം ആ സംഖ്യയുടെയും ഗുണിതങ്ങളാണ്. എന്തുവാന്ന ഇല്ലേ, ഇത് എന്തുവായി പറയുന്നത് ഇല്ലേ. അതായത് അതിൻ്റെ തൊട്ട് താഴെ തന്നെ അവർ പറയുന്നുണ്ടോ നിങ്ങൾ അത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ അവരൊരു എക്സാമ്പിൾ പറയുന്നത് എന്താണെന്നറിയോ, 4 എന്ന് പറയാം, 4 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് ഏതൊക്കെ സംഖ്യകൾ തങ്ങളിൽ ഗുണിച്ചാൽ 4 വരും കുഞ്ഞുങ്ങളെ എന്ന് പറയാം. 1 വേണ്ടാന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഏതൊക്കെ സംഖ്യകളാ? 2 × 2 എന്ന് പറയുന്നത് 4 വരും.
ഇല്ലേ, 2 ഇൻറ്റു 2, 2 ഗുണം 2, 2 ഇൻറ്റു 2 അല്ലേ. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താ, 4 എന്ന് പറയും അല്ലേ. അപ്പം നമ്മൾ എങ്ങനെ പറയാം ഇതിനെ? 4 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറയരുതോ? 4 എന്ന് പറയുന്നത് അതിൻ്റെ ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെ എഴുതാം? 4 ഈസ് എ മൾട്ടിപ്പിൾ, MULTIPLE, മൾട്ടിപ്പിൾ ഓഫ് 2. അതായത് മലയാളം മീഡിയക്കാരെങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? 2ൻ്റെ ഓഫിൻ്റെ 2ൻ്റെ ഗുണിതം. മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ എന്താ? ഗുണിതമാണ്. 2ൻ്റെ ഗുണിതമാണ് 4 ഇല്ലേ. നമ്മൾ 2ൻ്റെ ടേബിൾ എഴുതുമ്പോൾ 2 ഇൻറ്റു 2 ആണ് 4. സംശയം ഉണ്ടോ അതിൽ? ഉണ്ടോ? ഇനി വേറൊരു രീതിയിൽ പറഞ്ഞാൽ, അല്ലെ മറ്റൊരു രീതി പറഞ്ഞാൽ എങ്ങനെ പറയാം? എൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ പറയാം കുഞ്ഞുങ്ങളെ? 2 ഈസ് എ ഫാക്ടർ. എന്താ നിങ്ങളെ? ഘടകം, ഫാക്ടർ ഓഫ് 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് മലയാളമാകുമ്പോൾ തിരിച്ചല്ലേ പറയുന്നത്? എന്താ? 4ൻ്റെ ഈ ഓഫ് എന്ന് വെച്ചാൽ ഇൻ്റെ കേട്ടോ. 4ൻ്റെ ഫാക്ടർ എന്ന് വെച്ചാൽ ഈ മലയാളം എന്താ? ഘടകമാണ്. 4ൻ്റെ ഘടകമാണ് 2. മലയാളത്തിൽ മനസ്സിലാവുന്നുണ്ട് കുഞ്ഞ്? ഇതിവിടെ 4 എന്ന് പറയുന്നത് നല്ലപോലെ മനസ്സിലാക്കണേ. നമ്മളിപ്പോൾ എക്സാമ്പിൾ ഒരു 4 പറഞ്ഞതാ. ഈ 4 എന്ന് പറയുന്നത് നമുക്കറിയാം 1 ഇൻറ്റു 4 4 അല്ലേ. ഒരു 4 4 നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഒരു 1 എടുക്കണ്ട. കാരണം ഏതൊരു സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചാലും അല്ലെ മൾട്ടിപ്പിൾ ചെയ്താലും ആ സംഖ്യ തന്നെ. അപ്പോൾ അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതാ? 2 ഉണ്ട് അല്ലേ. 2 ഇൻറ്റു 2 4. പിന്നെ 3 വരുന്നുണ്ടോ? ഇല്ല. 4 ഇൻറ്റു 1 4. അപ്പോൾ ആ 1 എടുക്കണ്ട നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആരാ? 4ൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടുത്തെ 2 അല്ലെ. ഘടകം എന്ന് പറയുന്നത് 2. ഇപ്പോൾ പിടികിട്ടിയോ? ഞാൻ ഒരു എക്സാമ്പിളൂടെ പറയാൻ കുഞ്ഞില്ല. ഇവിടെ 4. ഇനി എക്സാമ്പിൾ ഞാനൊരു 10 പറഞ്ഞെന്ന് വെച്ചോ. 10. ഈ 10 എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പറഞ്ഞേ, മുമ്പ് പറഞ്ഞേ, 1 എടുക്കണ്ട. പിന്നെ ഏതാ? 2 ഇൻറ്റു 5 10. 2 ഇൻറ്റു 5 10 ശരിയല്ലേ. അല്ലെങ്കിൽ 5 ഇൻറ്റു 2 5. അതായത് 10 എന്ന് പറയുന്നത് എന്താ? ഒന്നുകിൽ 5 ഇൻറ്റു 2 അല്ലെങ്കിൽ 2 ഇൻറ്റു 5. ഇവിടെ ഏതാ? 5ഉം 2 മാത്രമാണ് ഇവിടുത്തെ ഘടകങ്ങൾ. അതായത് തിരിച്ചെഴുതിയാൽ നമുക്ക് 5ഉം 2 ഇങ്ങനെ എഴുതിയാൽ 5ഉം 2 ഇതിൽ മാത്രമേ ഇവിടുത്തെ ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാം കുഞ്ഞില്ലേ? 10 എന്ന് പറയുന്നത് 2 ഇൻറ്റു 5 അത് മാത്രമേ അതിൻ്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടറായിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ എഴുതാം? 10 ഈസ് എ അല്ലേ മൾട്ടിപ്പിൾ. 10 മുമ്പ് നമ്മൾ മേളിൽ എഴുതിയല്ലേ? മൾട്ടിപ്പിൾ ഓഫ് 10ൻ്റെ മൾട്ടിപ്പിൾ അല്ല ഏതൊക്കെ സംഖ്യ? 2 ആൻഡ് 5. 2ഉം 5ഉമാണ്. ഈ സംഖ്യ ഡിജിറ്റ് മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് മാറത്തുള്ളൂ. മോഡലെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഇതുപോലെ പഠിച്ചു വെച്ചേക്കണം. 10 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 ആൻഡ് 10 എന്ന് പറയുന്നത് 5ൻ്റെയും 2ൻ്റെയും ടേബിളിൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ 1 അത് നമുക്ക് എടുക്കണ്ട കേട്ടോ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനെ 10 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 ആൻഡ് 5. മലയാളം ഇങ്ങനെ എഴുതാൻ കുഞ്ഞ്? 2ൻ്റെയും അല്ലേ 2ൻ്റെയും 5ൻ്റെയും ഒരു ഗുണിതമാണ് അല്ലേ. 2 ഇൻറ്റു 5 ഗുണിതമാണ് എന്ത്? 10 അല്ലേ. മനസ്സിലാക്കണേ. 4 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 ഇൻറ്റു 4ൻ്റെ 2ൻ്റെ ഗുണിതമാണ് 4 അല്ലേ. 2ൻ്റെ ഗുണിതത്തിൽ വരത്തില്ലേ? 2ൻ്റെ ടേബിൾ നിങ്ങൾ ചൊല്ലി നോക്കിയാൽ 4 വരത്തില്ലേ? അപ്പം 2 ഈസ് എ ഫാക്ടർ ഓഫ് 4. ഈ ഫാക്ടർ അറിയണേ കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഫാക്ടർ പറയാം? എങ്ങനെ പറയാം കുഞ്ഞുങ്ങളെ? എങ്ങനെ പറഞ്ഞാൽ 2ഉം ഏതാ? 2 മാത്രം. ഇവിടെ 2 മാത്രമേ ഉള്ളായിരുന്നു അല്ലേ. ഇവിടെ 2 മാത്രമാണോ? ഇല്ല. ഇവിടെ 2ഉം 5ഉം ഉണ്ട്. അപ്പോൾ എങ്ങനെ എഴുതും? 2 ആൻഡ് 5. ഇവിടെ 2 ഫാക്ടർ ഉണ്ട് 10 അല്ലേ. 2 ആൻഡ് 5 ആർ ഫാക്ടർ ഓഫ് എത്രയാ? 10. 10ൻ്റെ 2 ഫാക്ടറാണ് 2ഉം 5ഉം. അല്ലെങ്കിൽ 10ൻ്റെ ഫാക്ടർ എന്ന് വെച്ചാൽ ഘടകം എന്നാന്നേ. ഘടകമാണ് ഏതൊക്കെയാ? ഘടകമാണ് 2ഉം 5ഉം കേട്ടോ. ഇത് നല്ലപോലെ പഠിച്ച് പോണേ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ എക്സാം നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമല്ലോ, അത് ഇതെന്താണെന്ന് അറിയാതെ നമ്മൾ അത് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. മനസ്സിലാവത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ ബോക്സിനകത്തിൽ നമ്മുടെ ടെസ്റ്റിലുണ്ടായിരുന്നു. അതുപോലെ ഒരു ബോക്സും കൂടി എൻ്റെ തൊട്ട് താഴെ കിടപ്പുണ്ട്. എന്താണെന്നറിയോ? അത് ഞാൻ കാണിക്കാമേ. ഞാനിവിടെ തന്നെ എഴുതാം. അതായത് നമ്മുടെ ടെസ്റ്റിലുണ്ട് കുഞ്ഞുങ്ങളെ. ഏതാണ്ട്
ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് എ നമ്പർ ആർ ആൾസോ മൾട്ടിപ്പിൾസ് ഓഫ് എനി ഓഫ് ഇറ്റ്സ് ഫാക്ടേഴ്സ്. ഇതിൻ്റെ വേണമെങ്കിൽ നിങ്ങൾ മലയാളം എഴുതിക്കോ നിങ്ങൾ. എന്താണെന്നറിയോ, ഒരു സംഖ്യ, ഇംഗ്ലീഷ് മീഡിയക്കാരെ എഴുതിയെടുത്തോണേ, ഒരു സംഖ്യയുടെ, ഇതൊക്കെ അറിയണം കേട്ടോ, ഒരു സംഖ്യയുടെ ഗുണിതങ്ങൾ, നമ്മളിപ്പോൾ 10 എടുത്തപ്പോൾ 10ൻ്റെ ഏതൊക്കെ സംഖ്യയിലുള്ള ഗുണിതങ്ങളാണ്? 2ഉം 5ഉമാണ് അവിടുത്തെ ഗുണിതങ്ങൾ. ഗുണിതങ്ങൾ എല്ലാം, ഓൾ മൾട്ടിപ്പിൾ എന്നല്ലേ, എല്ലാം അതിൻ്റെ ഏത് ഘടകത്തിൻ്റെയും ഇത് നിങ്ങൾ വൃത്തിയായിട്ട് അവിടെ എഴുതി വെക്കണം കേട്ടോ. ഗുണിതങ്ങളാണ്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇതങ്ങ് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഗുണിതെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് വായിച്ചാൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലാവത്തില്ല. അപ്പോൾ നിങ്ങളതിൻ്റെ മലയാളം അർത്ഥം നിങ്ങൾക്ക് അറിയാമെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് പെട്ടെന്ന് അത് പഠിക്കാൻ പറ്റും കേട്ടോ. ഒരു സംഖ്യയുടെ ഗുണിതങ്ങൾ എല്ലാം അതിൻ്റെ ഏത് ഘടകത്തിൻ്റെയും ഗുണിതങ്ങളാണ്. ഇപ്പം നമ്മൾ 10 പറഞ്ഞു അല്ലേ? 10 വെച്ചാൽ ഏതൊക്കെയാണ്? 2ൻ്റെയും, 2 × 5 ആണ് 10. അപ്പം 2ൻ്റെ ഗുണിതം നമ്മൾ എടുത്താലും 5ൻ്റെ നമ്മൾ എടുത്താലും ഈ 10 അതിൽ വരും കേട്ടോ. ഘടകങ്ങളാണ് കേട്ടോ. നമുക്ക് ഇനി അങ്ങോട്ട് ചെയ്യുമ്പോൾ കുറേ കൂടെ ഒക്കെ മനസ്സിലായി വരും. ഓക്കെ നിങ്ങൾ, ഇനി അതിൻ്റെ എക്സർസൈസാണ്. നമുക്ക് അതിൻ്റെ എക്സർസൈസ് നോക്കാം. പേജ് നമ്പർ 85 ഒന്ന് എടുക്കണം കേട്ടോ. പേജ് നമ്പർ 85 നോക്കിക്കേ. ഫോർ ഈച്ച് ഓഫ് ദ മൾട്ടിപ്പിൾസ് ഗിവൺ ബിലോ ഫൈൻഡ് ദ അതർ നമ്പേഴ്സ് ദേ ആർ മൾട്ടിപ്പിൾസ് ഓഫ്, അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 8, മൾട്ടിപ്പിൾസ് ഓഫ് 10, മൾട്ടിപ്പിൾസ് ഓഫ് 12. ചുവടെ പറയുന്ന ഗുണിതങ്ങളെല്ലാം മറ്റേതെല്ലാം സംഖ്യകളുടെ ഗുണിതമാണെന്ന് പറയുക. അതായത് 8ൻ്റെ ഗുണിതങ്ങൾ, 10ൻ്റെ ഗുണിതങ്ങൾ, 12ൻ്റെ ഗുണിതങ്ങൾ എന്നീ 3 എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് എന്താ പറഞ്ഞില്ലേ, നമുക്ക് 8ൻ്റെ ഗുണിതങ്ങൾ നോക്കാം. ഒന്നാമത്തേതാ 8ൻ്റെ ഗുണിതങ്ങൾ. 8ൻ്റെ ഗുണിതങ്ങൾ എന്താ അതിൻ്റെ ഇംഗ്ലീഷ്? മൾട്ടിപ്പിൾ. മേലിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, മൾട്ടിപ്പിൾസ് ഓഫ് 8. നമുക്ക് ആദ്യം അതിൻ്റെ ചെയ്യാം. ഈ 8 എന്ന് പറയുന്നത് നോക്കിയേ, ഒന്ന് എടുക്കണ്ട കേട്ടോ. അടുത്ത 1 കഴിഞ്ഞാൽ പിന്നെ 8 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? 2ൻ്റെ ടേബിൾ ഉണ്ടല്ലോ, എന്താ 2 × 4 അല്ലേ? 2 × 4 8 അല്ലേ? പിന്നെ 3 പറ്റുമോ? 3 8 ഇല്ലല്ലോ. 4 പറ്റും. 4 × 2 പറ്റും. ഇനി 5 ഇല്ല, 6 ഇല്ല, 7 ഇല്ല. 8 × 1 എടുക്കണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ട്? ഏതൊക്കെ തങ്ങളുണ്ടോ നിങ്ങൾ നോക്കിയേ? 2ഉം 4ൻ്റെയും ടേബിളിൽ ഇവിടെ നോക്കിയേ 4 അപ്പോൾ 2 1 തന്നെ. അപ്പോൾ ഏതെങ്കിലും ഒരു വശം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഏതാ 2ൻ്റെയും 4ൻ്റെയും പറ്റുന്നുണ്ട് അല്ലേ? 2 8ൻ്റെ ഫാക്ടറാണ് 2ഉം 4. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതുമെന്നാണ് കേട്ടോ. എങ്ങനെ എഴുതാം? 8 എന്ന് പറയുന്നത് 8 ഈസ് എ മൾട്ടിപ്പിൾ, MULTIPLE, മൾട്ടിപ്പിൾ ഓഫ് ഏതൊക്കെയാ? 2ഉം ആൻഡ് 4ഉം. ഇത്രയേ ഉള്ളൂ, 2 ആൻഡ് 4. എങ്ങനെ മലയാളം മേടി എഴുതുന്നത്? 2ഉം 2ൻ്റെയും 4ൻ്റെയും ഗുണിതമാണ് അല്ലേ? ഗുണിതമാണ് 8ൻ്റെ ഗുണിതങ്ങൾ. 8ൻ്റെ തിരിച്ചെഴുതിയാലും മതി. 8ൻ്റെ ഗുണിതങ്ങൾ 2ൻ്റെയും 4ൻ്റെയും ഗുണിതമാണ്. എങ്ങനെ എഴുതിയാലും ശരി. 8ൻ്റെ ഗുണിതങ്ങളാണെന്ന് വേണേൽ എഴുതിക്കോ. ഗുണിതങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ ഇവിടെ? അതായത് നമ്മൾ 2ൻ്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? 2 4 6 8 ഇങ്ങനെ പോകത്തില്ലേ? ഇപ്പം 4ൻ്റെ അടുത്തേ ഒരു 4 ഇത് 4 8 3 4 12 4 16. ഓക്കെ, ഇതിനകത്ത് 8, ഇതിനകത്ത് 8. 8ൻ്റെ ടേബിൾ എടുക്കുമ്പോഴും അതിനകത്ത് ആരുണ്ട്? 8 ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാം എന്തുണ്ട്? 2ൻ്റെയും 4ൻ്റെയും ടേബിളിൽ ആരുണ്ട്? ഗുണിതമാണ് 8 അല്ലേ? 8ൻ്റെ ഗുണിതങ്ങളുണ്ട്. അതായത് 8ൻ്റെ ഗുണിതങ്ങളിലെല്ലാം 2ൻ്റെയും 4ൻ്റെയും ഗുണിതങ്ങൾ ഉണ്ട് കേട്ടോ. ഇതാണ് 8 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 ആൻഡ് 4 കേട്ടോ. ഇംഗ്ലീഷുകാർ ഇത് മാത്രം എഴുതിയാൽ മതി, മലയാളം മീഡിയക്കാർ ഇതും. അടുത്ത 2 നമ്മളോട് ചോദിച്ചാൽ എന്താ? മൾട്ടിപ്പിൾ ഓഫ് 10, മൾട്ടിപ്പിൾ ഓഫ് 10 അല്ലേ? എന്താ? മൾട്ടിപ്പിൾ 10ൻ്റെ ഗുണിതങ്ങൾ. മലയാളം മീഡിയക്കാരെ 10ൻ്റെ ഗുണിതങ്ങൾ നോക്കൂ നിങ്ങളെ. മൾട്ടിപ്പിൾസ് ഓഫ് 10 എന്ന് പറയുന്നതിനെ നമുക്കറിയാം ഏതൊക്കെ തങ്ങളില്ല? 1 വേണ്ട. പിന്നെ 2 × 5 10. അതുപോലെ തന്നെ 5 × 2 10. വേറെ വല്ലതും വരുന്നുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് മുമ്പ് എഴുതിയ പോലെ എഴുതാം. എങ്ങനെയാ? 10 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ്
10 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 ആൻഡ് അല്ലേ 2 ആൻഡ് 5. മനസ്സിലായോ? 8ൻ്റെ ഗുണിതമാണ്. ഗുണിതങ്ങളിൽ എന്തോ ഉണ്ട് 8ൻ്റെ ഗുണിത 10ൻ്റെ ഗുണിതത്തിൽ ഗുണിതങ്ങളിൽ 2ൻ്റെയും 5ൻ്റെയും ഗുണിതമുണ്ട് കേട്ടോ. ഓക്കെ ആണോ? അടുത്ത മൂന്നാമത്തത് മൾട്ടിപ്പിൾ ഓഫ് 12 അല്ലേ 12ൻ്റെ ഗുണിതങ്ങൾ. 12 എന്ന് പറയുന്നതിനെ നമുക്ക് എടുക്കാം കുഞ്ഞുങ്ങളെ. 1 വേണ്ട. പിന്നെ 2 ഇൻറ്റു 6 12 അല്ലേ. പിന്നെ 3 ഇൻറ്റു 3 4 12 പിന്നെ 4 ഇൻറ്റു 3 12 അല്ലേ. പിന്നെ 4 കഴിഞ്ഞാൽ പിന്നെ 5 ഇല്ല. 6 ഇൻറ്റു 6 2 12. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ തിരിച്ചു പോകും അല്ലേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ 7 8 9 10 11 12 12 ഇൻറ്റു 1 ആണ് 12. അപ്പം നമുക്ക് വേണ്ട ഈ 2 3 4 6 ഇത് ഇത്രയും എണ്ണത്തിൻ്റെയും ടേബിളിൽ ആര് വരുന്നുണ്ട്? 12 വരുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്തൊക്കെയാവും നിങ്ങൾ ഇവിടെ വന്നത് നോക്കി. ഇത് ഇത്രയാണ് ഇവിടുത്തെ 12ൻ്റെ ഫാക്ടർ അല്ലേ. നോക്കാം നമുക്ക് എങ്ങനെ എഴുതാം. മൾട്ടിപ്പിൾസ് ഓഫ് 12 12ൻ്റെ ആർ ആൾസോ മൾട്ടിപ്പിൾസ് ഓഫ് ഏതൊക്കെയാ? 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, അതിൻ്റെ 6 ഉണ്ട് അല്ലേ. 6 12ൻ്റെ ഗുണിതങ്ങളെല്ലാം 12ൻ്റെ ഗുണിതങ്ങളെല്ലാം ഏതിൻ്റെയൊക്കെയാണ് നിങ്ങളെ? 2ൻ്റെയും നോക്കണേ ഏതൊക്കെയാണ്? 2ൻ്റെയും പിന്നെ 3ൻ്റെയും മലയാളം മീഡിയക്കാർ ഇത് എഴുതണം കേട്ടോ. 3ൻ്റെയും പിന്നെ 4ൻ്റെയും 6ൻ്റെയും ഗുണിതങ്ങളാണ് കേട്ടോ. അപ്പം ഇത് ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ഒന്നാമത്തതിലെ 3 മൾട്ടിപ്പിൾ ഓഫ് 8ൻ്റെ ആണെങ്കിൽ ഇത് ഇത്രയും മതി. 8 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 2 ആൻഡ് 2 4 ഉണ്ടോ, തിരിച്ചിട്ടാലും 2 4 ആ 2ൻ്റെയും 4ൻ്റെയും മാത്രമേ ഉള്ളൂ. മൾട്ടിപ്പിൾ ഓഫ് 10 ആണെങ്കിലോ 2ൻ്റെയും 5ൻ്റെയും 10 അല്ലേ. 2ൻ്റെ ടേബിൾ വരുമ്പോൾ 10 5ൻ്റെ 2ൻ്റെ ടേബിൾ വരുമ്പോൾ 5ൻ്റെ ടേബിൾ വരുമ്പോൾ എന്താ 10 കേട്ടോ. മൾട്ടിപ്പിൾ ഓഫ് 12 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും 6ൻ്റെയും കേട്ടോ. അപ്പോൾ എങ്ങനെയാ 12ൻ്റെ ഗുണിതങ്ങളെല്ലാം 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും 6ൻ്റെയും ഗുണിതങ്ങൾ. നമ്മുടെ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതിൻ്റെയൊക്കെ ഗുണിതങ്ങളാണെന്ന് ചോദിച്ചുകൊണ്ടാണ് ഇത്ര എഴുതുന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻ മാറും. ചുവടെ തന്നിരിക്കുന്ന പറയുന്ന ഗുണിതങ്ങളെല്ലാം മറ്റേതെല്ലാം സംഖ്യകളുടെ ഗുണിതമാണെന്ന് മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പം 8 എന്ന് പറയുന്നത് 2ൻ്റെ ഗുണിതമാണ്, 4ൻ്റെ ഗുണിതമാണ്. 10 എന്ന് പറയുന്നത് 2ൻ്റെ ഗുണിതമാണ്, 5ൻ്റെ ഗുണിതമാണ്. 12 എന്ന് പറയുന്നത് 2ൻ്റെ ഉണ്ട്, 3ൻ്റെ ഉണ്ട്, 4ൻ്റെ ഉണ്ട്, 6ൻ്റെ ഉണ്ട്. ഇത് നമ്മൾ കുഞ്ഞിലേ പോലെ പഠിക്കുന്നതാണ്. എന്നാലും ചോദ്യം വന്നതുകൊണ്ടാണ് കേട്ടോ. അടുത്തൊന്ന് നോക്കണം കുഞ്ഞുങ്ങളെ. അടുത്തത് ഇനി നോക്കിയേ. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ബിലോ ഈസ് ട്രൂ ഓർ ഫാൾസ്. ഫോർ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ വൈ ദേ ആർ സോ. ഫോർ ദ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഗിവൻ ആൻ എക്സാമ്പിൾസ് ഇൻ വിത്ത് ഈസ് നോട്ട് ട്രൂ. എന്ന് വെച്ചാൽ ചുവടെ പറയുന്ന ഓരോന്നും ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക. എന്നിട്ടോ ശരിയായവ എന്തുകൊണ്ടാണ് അത് ശരിയായത് എന്ന് നമ്മൾ വിശദീകരിക്കണം. അതിൻ്റെ റീസൺ എഴുതണം. തെറ്റായവയ്ക്കെല്ലാം എന്തുകൊണ്ടാണത് തെറ്റുന്നതെന്നും നമ്മൾ എഴുതണം കേട്ടോ. എന്തുകൊണ്ടാണത് ശരിയായത്, എന്തുകൊണ്ടാണത് തെറ്റായതെന്ന് നമ്മൾ എഴുതണം. ടെസ്റ്റിലെ ഒന്നാമത്തെ നോക്കൂ കുഞ്ഞുങ്ങളെ. ആൾ മൾട്ടിപ്പിൾസ് ഓഫ് 20 എല്ലാ മൾട്ടിപ്പിൾസും അത് നല്ലപോലെ നോക്കണം കേട്ടോ. ആൾ മൾട്ടിപ്പിൾസ് ഓഫ് 20 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 10. ചോദ്യം നല്ലതുപോലെ മനസ്സിലാക്കണം. 20ൻ്റെ ഗുണിതങ്ങളെല്ലാം 10ൻ്റെ ഗുണിതങ്ങളാണ്. ട്രൂ ശരിയാണോ തെറ്റാണോ നമ്മളോട് ചോദിച്ചത്. ട്രൂ ആണോ ഫാൾസ് ആണോ കേട്ടോ. ശരിയാണോ അതോ തെറ്റാണോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. ആൾ മൾട്ടിപ്പിൾസ് ഓഫ് 20 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 10. 20ൻ്റെ ഗുണിതങ്ങളെല്ലാം 10ൻ്റെ ഗുണിതങ്ങളാണോ എന്നാ കുഞ്ഞുങ്ങൾ. 20ൻ്റെ ഗുണിതങ്ങൾ എന്ന് വെച്ചാൽ എന്താ? 20 2 4 6 8 10 അല്ലേ 12 ഇങ്ങനെ 0 ഓരോന്നിട്ട് കൂടി കഴിയുമ്പോൾ 20ൻ്റെ ആയി അല്ലേ. 10ൻ്റെയോ 10 20 30 40 50 60 70 80 ഇങ്ങനെ അങ്ങോട്ടും പോകും.
അപ്പോൾ ഇവിടെ നമ്മളോട് വെച്ചാൽ 20ൻ്റെ ഗുണിതങ്ങളല്ല, ഈ 20ൻ്റെ ഗുണിതങ്ങളെല്ലാം 10ൻ്റെ ഗുണിതങ്ങളാണ്. നോക്കൂ നിങ്ങൾ, 20 ഇതിലുണ്ടോ? ഉണ്ട് ഉണ്ട്. പിന്നെ 40 ഉണ്ടോ? ഉണ്ട്. പിന്നെ 60 ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ആണേ, നോക്കിയേ, 20ൻ്റെ ഗുണിതങ്ങളെല്ലാം 10ൻ്റെ ഗുണിതങ്ങളാണോ? ആണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. 20ൻ്റെ നമ്മൾ ആദ്യം എഴുതിയത്, 10ൻ്റെ എഴുതി, 20ൻ്റെ ഗുണിതങ്ങളാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക കുഞ്ഞുങ്ങളെ? ആണ് കേട്ടോ. ട്രൂ ഓർ ഫാൾസ്. അപ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? ശരിയാണ് മീൻസ് ട്രൂ കേട്ടോ, ട്രൂ. ഇനി അവർ ചോദിച്ചാൽ അതിൻ്റെ റീസൺ എന്താണ്? എന്തുകൊണ്ടാവും നിങ്ങളെ റീസണ്? അതായത് 20ൻ്റെ നല്ലപോലെ എഴുതാം കേട്ടോ. 20 ഈസ് എ ഫാക്ടർ അല്ല, ആദ്യം മൾട്ടിപ്പിൾ. 20 ഈസ് എ മൾട്ടിപ്പിൾ. ഇത് നിങ്ങൾ നല്ലപോലെ പഠിക്കണം കേട്ടോ. കാരണം ഈ മെത്തേഡ്, ഈ ഒരു രീതി നിങ്ങൾ പഠിച്ചു. 20 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 10. 20 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 10. സോ അതുകൊണ്ട് എന്താ? സോ ആൾ മൾട്ടിപ്പിൾസ്, എല്ലാ മൾട്ടിപ്പിൾസ് ഓഫ് 20 ആർ മൾട്ടിപ്പിൾസ് ഓഫ്, നമ്മൾ ആദ്യം ഒരു ഇത് പഠിച്ചില്ലേ, മൾട്ടിപ്പിൾസ് ഓഫ് എന്നൊക്കെ പറയാം. മൾട്ടിപ്പിൾസ് ഓഫ് 10. 20ൻ്റെ ഒരു ഫാക്ടറാണ് സത്യത്തിൽ 10 അല്ലേ? അത് വേണമെങ്കിലും നമുക്ക് എഴുതാം. 20ൻ്റെ എല്ലാ ഗുണിതങ്ങളും 10ൻ്റെ ഗുണിതങ്ങളുണ്ട് എന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞു, ചെയ്ത് കാണിച്ചു അല്ലേ? 20 10ൻ്റെ ഗുണിതമാണ്. 20 എന്ന് പറയുന്നത് എന്താ കുഞ്ഞുങ്ങളെ? 10ൻ്റെ കേട്ടോ ഗുണിതമാണ്. മലയാളം മീഡിയക്കാർക്ക് കേട്ടോ റീസൺ നമ്മളോട് ചോദിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് റീസൺ, എന്താണ് അതിൻ്റെ കാരണമെന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടാണ്. ഓക്കെ, 10ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് സോ എന്താ? അതുകൊണ്ട് മനസ്സിലാക്കണേ കേട്ടോ. അതുകൊണ്ട് 20ൻ്റെ ഗുണിതങ്ങളെല്ലാം, 20ൻ്റെ ഗുണിതങ്ങൾ എല്ലാം നമ്മൾ മേളിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് കിട്ടിയെന്ന് കേട്ടോ. 20ൻ്റെ ഗുണിതങ്ങളെല്ലാം 10ൻ്റെയും ഗുണിതങ്ങളാണ് കേട്ടോ. ഈ ഒരു മോഡൽ വെച്ചാണ് ഇനി എല്ലാം ചെയ്യേണ്ടത്. ഗുണിതങ്ങളാണ്. ഒരെണ്ണം ഓക്കെ ആണല്ലോ കേട്ടോ. ഈ ഒരു മെത്തേഡ് വെച്ച് അങ്ങ് എഴുതിയാൽ മതി ഇനി കേട്ടോ. ട്രൂ ഓർ ഫാൾസ്, ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ് കേട്ടോ. അടുത്ത രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ഓക്കെ കുഞ്ഞുങ്ങളെ, ആൾ മൾട്ടിപ്പിൾസ് ഓഫ് 10 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 2. 10ൻ്റെ ഗുണിതങ്ങളെല്ലാം 2ൻ്റെ ഗുണിതങ്ങളാണോ? നമ്മൾ മുമ്പ് എഴുതി 10ൻ്റെ ഗുണിതം വെച്ചാൽ 10, 20, 30 അല്ലേ, 40, 50 എന്നും പറഞ്ഞ് ഇങ്ങനെ എഴുതി. 2ൻ്റെയോ 2, 4, 6, 8, 10, 12 എന്നും പറഞ്ഞ് ഇങ്ങനെ എഴുതും അല്ലേ. ഈ ആൾ മൾട്ടിപ്പിൾസ് ഓഫ് 10 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 2. 10ൻ്റെ ഗുണിതങ്ങൾ നോക്കണേ. 10ൻ്റെ നമുക്കറിയാം അല്ലേ, നമുക്ക് കുഞ്ഞിലേ മുതലേ അറിയാം, എല്ലാം ഓരോ 0 ഇട്ട് കൊടുത്താൽ മതി. ഈ 10ൻ്റെ ഗുണിതങ്ങളെല്ലാം 2ൻ്റെ ഗുണിതവും നമുക്കറിയാം. ഈ 2 വീതം കൂട്ടി പോയാൽ മതി. അതിനകത്തിൽ എന്തൊക്കെ വരുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇത് നോക്കി, ഇതെല്ലാം ഇവൻ നമ്പറുകളാണ്. ഒറ്റയടിക്ക് പറയാമെങ്കിൽ ഇതെല്ലാം ഇവൻ നമ്പറുകളാണ്. ഇത് ഇവൻ നമ്പർ. അപ്പോൾ എന്താ? ഇവൻ നമ്പറുകൾ തങ്ങളിൽ ഒരുപോലെ വരും കേട്ടോ. അത് ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. 10ൻ്റെ ഗുണിതങ്ങളെല്ലാം 2 വന്നുകൊണ്ടാണ് ഇവിടെ പറഞ്ഞേട്ടോ. 2ൻ്റെ ഗുണിതങ്ങളാണോ? ആണ് കുഞ്ഞുങ്ങളെ കേട്ടോ. നിങ്ങൾക്ക് അറിയാവില്ല, 2ൻ്റെയും 10ൻ്റെയും എന്തായാലും ടേബിൾ നമുക്കറിയാം. അപ്പോൾ അതിനകത്തിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? ഇവിടെ 10 അല്ലേ നമ്മളോട് ചോദിച്ചത്. 10 എന്ന് പറയുന്നത് നമുക്കറിയാം ഏതാ? 2 × 5 ആണ് 10. അപ്പോൾ 2ൻ്റെയും അല്ലേ, 2ൻ്റെയും 5ൻ്റെയും നല്ലപോലെ നോക്കണേ. 2 × 5 ആണ് 10 കേട്ടോ. 2 × 5 ആണ്. അപ്പോൾ 2ൻ്റെയും 5ൻ്റെയും 2ഉം 5ഉം ആണ് ഇവിടുത്തെ ഫാക്ടർ. ഏതൊക്കെയാണ് വരുന്നത്? 10 ഈസ് എ, എങ്ങനെ എഴുതും? 10 ഈസ് എ മൾട്ടിപ്പിൾ, MULT, മൾട്ടിപ്പിൾ ഓഫ് 2 കേട്ടോ. സോ എന്താ? ആൾ മൾട്ടിപ്പിൾ, എല്ലാത്തിനും തന്നെ ഇതാണ് വരുന്നത് കേട്ടോ. സോ ആൾ മൾട്ടിപ്പിൾ ഓഫ് എത്ര? 10 ആർ എന്താ? മൾട്ടിപ്പിൾസ് ഓഫ് 2. അതായത് 2ൻ്റെ ഗുണിതമാണ്. നോക്കണേ കുഞ്ഞില്ലേ, ഈ ഇംഗ്ലീഷിൻ്റെ നേരെ തല തിരിച്ച്. 2ൻ്റെ ഗുണിതമാണ് ആരാ? 10. 2ൻ്റെ ഗുണിതം ചൊല്ലിയപ്പോൾ നമുക്ക് 10 കിട്ടി. 2ൻ്റെ ഗുണിതമാണ് 10 അല്ലേ. പിന്നെയോ അതുകൊണ്ട് എങ്ങനെ എഴുതും? സോ അതുകൊണ്ട് 10ൻ്റെ ഗുണിതങ്ങളെല്ലാം 10ൻ്റെ നമ്മൾ മേളിൽ എഴുതിയിട്ടുണ്ട് അല്ലേ. 10ൻ്റെ ഗുണിതങ്ങളെല്ലാം 2ൻ്റെയും ഗുണിതങ്ങളാണ്
ഗുണിതങ്ങളാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. ഈ മൂന്നാമത്തെ എഴുതാം. നല്ലപോലെ മനസ്സിലാക്കണം. ഇത് ഇംഗ്ലീഷും മലയാളവും കൂടെ ആയതുകൊണ്ടാണ് ഇത് തോനെയായിട്ട് ഇരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇച്ചിരിയേ ഉള്ളൂ ഇതിൻ്റെ നോട്ട് കേട്ടോ. മൂന്നാമത്തെ എഴുതാം. അടുത്ത നോക്കി കുഞ്ഞുങ്ങളെ, നമ്മളോട് ട്രൂ ഓർ ഫാൾസ് ആണ് ചോദിച്ചേക്കുന്നത്. സമാധാനത്തെ ഇരുന്ന് വേണം കണക്ക് പഠിക്കാൻ. കണക്ക് എപ്പോഴും ചെയ്ത് പഠിക്കണം. പിന്നെ നമ്പറുകൾ ഒരിക്കലും കാണാതെ പഠിക്കരുത്. കാരണം പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ ഡിജിറ്റുകൾ വേറെ ആയിരിക്കും. അതുകൊണ്ട് കാണാതെ പഠിച്ചുകൊണ്ട് പോകരുത്. ഇവിടെ ഓരോ അതാ ഞാൻ പറഞ്ഞ ടേബിൾ അറിയാവുന്നവർക്ക് ഇത് എളുപ്പമാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കേട്ടോ. ആൾ മൾട്ടിപ്പിൾസ് ഓഫ് 15 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 5. 15ൻ്റെ ഗുണിതങ്ങളെല്ലാം 5ൻ്റെ ഗുണിതങ്ങളാണ്. 15ൻ്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? 15 വരുന്നുണ്ട്. 15 15 30, 30 15 45, 45 15 60, പിന്നെ 60 15 75, തന്നെ ഇങ്ങനെ അങ്ങ് പോവും കേട്ടോ. എന്നാൽ 5ൻ്റെയോ 5 10 15 20 25 30 ഇങ്ങനെ പോവും. ഇവിടെ നോക്കിക്കേ, 15ൻ്റെ ഗുണിതങ്ങളാണ് മേളിൽ തന്നിരിക്കുന്നത് അല്ലേ, 5ൻ്റെ ഗുണിതങ്ങളാണ് താഴെ തന്നിരിക്കുന്നത് അല്ലേ. ഇത് ഗുണിതങ്ങളാണ്. ട്രൂ ഓർ ഫാൾസ്? 15ൻ്റെ ഗുണിതം നോക്കിക്കേ, 15 ഉണ്ട്, 30 ഉണ്ട്, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ 45 ഉണ്ട്. ഇതെല്ലാം ഉണ്ട് കേട്ടോ. 15ൻ്റെ ഗുണിതത്തിൽ എന്താ ഈ 5ൻ്റെ ഗുണിതങ്ങളും വരുന്നുണ്ട്. അപ്പം എന്താ നിങ്ങൾ അത് ട്രൂ അല്ലേ? എന്താ ട്രൂ? അത് തന്നെയല്ല, 15 എന്ന് പറയുന്നത് നമ്മളോട് 15ൻ്റെ ചോദിച്ചേക്കുന്നത് അല്ലേ. 15 എന്ന് പറയുന്നത് എന്താ? 5 × 3 ആണ്. 5ഉം 3ഉമാണ് 15ൻ്റെ ഫാക്ടർ അല്ലെങ്കിൽ ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്? ട്രൂ ആണ്. ട്രൂ അല്ലേ, ശരി കേട്ടോ. മലയാളം മീഡിയക്കാർക്ക് ശരിയാണ്. എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? 15 എന്ന് പറയുന്നത് 15 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഏതാ? മൾട്ടിപ്പിൾ ഓഫ് നമ്മളോട് ചോദിച്ച ഏതാ? 5 അല്ലേ. മൾട്ടിപ്പിൾ ഓഫ് 5. 15 എന്ന് പറയുന്നത് എന്താണ്? 5ൻ്റെ ഒരു ഗുണിതമാണ് 15 അല്ലേ. സോ അതുകൊണ്ട് എന്താണ്? സോ ആൾ മൾട്ടിപ്പിൾ ഓഫ് 15 ആർ മൾട്ടിപ്പിൾ ഓഫ് 5. അതായത് 5ൻ്റെ, ഇത് ഇംഗ്ലീഷ് മീഡിയക്കാർക്കാട്ടോ, അതായത് 5ൻ്റെ ഒരു എന്തുവാ? മൾട്ടിപ്പിൾ, ഒരു ഗുണിതം അല്ലേ. മലയാളംകാർക്ക് ഗുണിതമാണ്. 5ൻ്റെ ഒരു ഗുണിതമാണ് 15 അല്ലേ. 5 × 3 ആണ് 15. അപ്പോൾ അതുകൊണ്ട് എന്താ? അതുകൊണ്ട് 15ൻ്റെ ഗുണിതങ്ങൾ എല്ലാം എന്താ? 5ൻ്റെ ഗുണിതങ്ങളാണ്. കേട്ടോ. ഇനി ഫാക്ടർ നമ്മളല്ലാതെ വെട്ടിയടിക്ക് പറയാമെങ്കിൽ എങ്ങനെ പറയാൻ കുഞ്ഞില്ലേ? 5 ഈസ് എ മുമ്പ് നമ്മൾ 2 മെത്തേഡിൽ പഠിച്ചില്ലേ? ഫാക്ടർ 5 ഈസ് എ ഫാക്ടർ ഓഫ് 50. അങ്ങനെ വേണമെങ്കിൽ ഒറ്റ അടിക്ക് വേണേൽ പറയാം. ഇത് ഇത്രയും നിങ്ങൾക്ക് എഴുതാൻ വയ്യ. നമ്മളിപ്പം 3 എഴുതിയില്ലേ? 3 നമുക്ക് ഇത്രയും ഇങ്ങനെ എഴുതാൻ വയ്യാത്തവർ ആണെങ്കിൽ ഏതാ? ഇപ്പം നമ്മളുടെ 15 അല്ലേ ചോദിച്ചേക്കുന്നത്. 15ൻ്റെ ഗുണിതങ്ങളെല്ലാം 5ൻ്റെ ആണോ? അതെ, 5 ഈസ് എ ഫാക്ടർ ഓഫ് 15 അല്ലേ. 5 എന്ന് പറയുന്നത് 15ൻ്റെ ഫാക്ടർ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ 2 മെത്തേഡിൽ ഇത് പഠിച്ചു എഴുതാം അല്ലേ. റീസൺ ചോദിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയാലും മതി, എങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ഘടകമാണ് 15ൻ്റെ 5 എന്ന് പറയുന്നത് 15ൻ്റെ ഘടകമാണ്. മലയാളം മീഡിയക്കാർ ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ഇനി ഇത്രയും വാരി വലിച്ച് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. കാരണം റീസൺ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് അത്രയും മാത്രം എഴുതിയാൽ മതി. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത 4ാമത്തെ ചോദ്യം. മൊത്തം എത്ര ഉണ്ട്? 6 അല്ലേ. അടുത്ത നോക്കിയാൽ കുഞ്ഞുങ്ങളെ, ഈ ഇപ്പം നമ്മൾ ചെയ്ത അതേ രീതി തന്നെ. ആൾ മൾട്ടിപ്പിൾസ് ഓഫ് 15 ആർ മൾട്ടിപ്പിൾ ഓഫ് 5. ഇപ്പോൾ എഴുതി എന്താ? ആൾ മൾട്ടിപ്പിൾസ് ഓഫ് 15 ആർ മൾട്ടിപ്പിൾ ഓഫ് 3. ഈ 5 മാറ്റിയിട്ട് അങ്ങ് 3 ആക്കിയെന്നേ ഉള്ളൂ. 3. അപ്പം നമ്മൾ ഈ ചെയ്തതിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5 × 3 ആണ് 15. അപ്പോൾ ഇതും അത് തന്നെ അല്ലേ കുഞ്ഞുങ്ങളെ വരുന്നത് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ 15 ആണ് നമ്മളോട് ചോദിച്ചത് അല്ലേ. എന്താ അതിൻ്റെ മലയാളം എന്താ? 15ൻ്റെ ഗുണിതങ്ങളെല്ലാം 3ൻ്റെ ഗുണിതങ്ങളാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. മലയാളം മീഡിയക്കാർ നോക്കിക്കൊണ്ടേ കുഞ്ഞുങ്ങൾ കേട്ടോ. സമയം ഇങ്ങനെ ഇതായതുകൊണ്ട് ഞാൻ മലയാളം ഇവിടെ ഒഴിവാക്കിയതാണ്. എന്താ ചോദ്യം? 15ൻ്റെ ഗുണിതങ്ങളെല്ലാം 3ൻ്റെ ഗുണിതങ്ങളാണ്. അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന്? എന്താ? ട്രൂ ആണ്. കാരണം നമ്മൾ 15 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു എന്താ? ഒന്നീ 3 × 5 അല്ലെ 5 × 3 ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. നമുക്ക് ഒറ്റ അടിക്ക് മുമ്പ് പറഞ്ഞ പോലെ എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? 15 എന്ന് പറയുന്നത് 15 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് അല്ലേ, മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ. സോ എന്താ? ഓൾ
മൾട്ടിപ്പിൾസ് ഓഫ് 15 ആർ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ? 3ൻ്റെ ഒരു ഗുണിതമാണ്. അപ്പം എന്താ നമ്മൾ ട്രൂ അല്ലേ? അത് ശരിയാണ്. ട്രൂ എഴുതിയില്ല, അത് ശരി കേട്ടോ. ട്രൂ ആണ്. ഈ ട്രൂവും ഫാൾസും ആണ് ചോദിച്ചത് കേട്ടോ. ട്രൂവും ഫാൾസും അത് കാണിക്കണം കേട്ടോ. അതിൻ്റെ റീസൺ എഴുതുമ്പോഴാണ് നമ്മൾ ഇത്രയും ഇതാവുന്നത്. അപ്പം എങ്ങനെ എഴുതും മലയാളം മീഡിയക്കാരെ? 3ൻ്റെ ഗുണിതമാണെന്ന് ഒരെണ്ണം പഠിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും കുഞ്ഞുങ്ങളെ. 3ൻ്റെ ഒരു ഗുണിതമാണ് ഏതാ? 15. ഇപ്പം നമ്മൾ പറഞ്ഞ 15. പിന്നെ അതുകൊണ്ട് എന്താ 15ൻ്റെ ഗുണിതങ്ങളെല്ലാം 15ൻ്റെ എഴുതുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കല്ലേ മതി കേട്ടോ. 15ൻ്റെ ഗുണിച്ചാന്നല്ല, ഗുണിതങ്ങൾ ഉണ്ടോ പറഞ്ഞപ്പോഴേ പറ്റി. ഗുണിതങ്ങൾ എല്ലാം 3ൻ്റെ ഗുണിതങ്ങൾ ആണ്. 3ൻ്റെ ഗുണിതങ്ങളാണ് അല്ലെ? ഒറ്റയടിക്ക് നമുക്ക് മുമ്പ് പറഞ്ഞല്ലോ ചുരുക്കി എങ്ങനെ എഴുതാം? 3 ഈസ് എ, ഇനി ഇത്രയും എഴുതാൻ വയ്യാത്തവർക്ക് എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? 3 ഈസ് എ ഫാക്ടർ ഓഫ് കേട്ടോ. എളുപ്പവഴിയായത് ഫാക്ടർ ഓഫ് 15 എന്ന് വെച്ചാൽ 3 15ൻ്റെ ഒരു ഘടകമാണ് കേട്ടോ. ഇത്ര എഴുതിയാലും മാർക്ക് കറക്റ്റാണ്. 3 എന്ന് പറയുന്നത് 15ൻ്റെ ഒരു ഘടകമാണ്. ഈ വാരി വലിച്ച് എഴുതാൻ വയ്യാത്തവർക്ക്, ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് ഈ ഒരു വാക്ക് എഴുതിയാലും റീസണാ ചോദിച്ചാൽ ട്രൂ ആണേ ട്രൂ എഴുതുക, ഫാൾസ് ആണേ കേട്ടോ. ഈ ഒരു വരി എഴുതിയാലും മതി കേട്ടോ. അടുത്ത ഓരോന്നോടുണ്ട്. അടുത്ത ഓക്കെ കുഞ്ഞുങ്ങളെ, ആൾ മൾട്ടിപ്പിൾസ് ഓഫ് 5 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 15. ചോദ്യം നല്ലോണം ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇതുവരെയുള്ള ചോദ്യത്തിൻ്റെ പ്രത്യേകത നോക്കി. ഏതാണ്ട് ആൾ മൾട്ടിപ്പിൾസ് ഓഫ് 15 മൾട്ടിപ്പിൾസ് ഓഫ് 5. ഫസ്റ്റ് വലിയ സംഖ്യയും രണ്ടാമത് ചെറിയ സംഖ്യയായിരുന്നു ഇല്ലയോ? ഇവിടെ ഓക്കെ, ഇത് വലിയ സംഖ്യ, ഇത് ചെറിയ സംഖ്യ, ഇത് വലിയ സംഖ്യ, ഇത് ചെറിയ. ഇതൊരു ക്ലൂ ഞാൻ ചുമ്മാ പറയുക അതെ കേട്ടോ. കണ്ടോ? പക്ഷേ ഇത് നോക്കിയേ, ഇത് ചെറിയ സംഖ്യയും ഇത് വലിയ, ഈ രണ്ടെണ്ണം വ്യത്യാസമുണ്ട്. മറ്റേതിൽ നിന്നും വ്യത്യാസം. നിങ്ങളൊരു ചോദ്യം കാണുമ്പോൾ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് അതിനകത്തിലുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇത് ഞാനങ്ങ് പറഞ്ഞതാ, ഇതുമായിട്ടൊരു ബന്ധവും ഇല്ല, എന്നാലും ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. നോക്കിയേ, 15 3 ഇതൊക്കെ 5 15 3. ഇത് നേരെ തിരിച്ചിട്ടേക്കുമല്ലോ കുഞ്ഞുങ്ങളെ. ഈ എഴുതിയേക്കുന്നത് തിരിച്ചിട്ടേക്കുക കേട്ടോ. ആ ചോദ്യം ഒന്ന് മനസ്സിലാക്കണേ കേട്ടോ. അതിനുവേണ്ടിയാ ആൾ മൾട്ടിപ്പിൾസ് ഓഫ് 5 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 15 എന്ന് വെച്ചാൽ 5ൻ്റെ ഗുണിതങ്ങളെല്ലാം കേട്ടോ. ചോദ്യം എന്താ? 5ൻ്റെ ആണേ കുഞ്ഞുങ്ങളെ, അതൊന്നും അറിയാൻ വേണ്ടി. 5ൻ്റെ ഗുണിതങ്ങൾ എല്ലാം എന്താ? 5ൻ്റെ ഗുണിതങ്ങളെല്ലാം 15ൻ്റെ ഗുണിതങ്ങളാണെന്ന്. 15ൻ്റെ ഗുണിതങ്ങൾ ആണെന്നാണ് നമ്മൾ ട്രൂ ഓർ ഫാൾസ് ആണോ എന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇപ്പം 5 എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? നമുക്കറിയാം 5 എന്ന് പറഞ്ഞാൽ എന്താ? 1 × 5 മാത്രമേ ഉള്ളൂ അല്ലേ 5 എന്ന് വെച്ചാൽ. എന്നാൽ 15 എന്ന് വെച്ച് കഴിഞ്ഞാലോ 3 × 5 ആണ്. ഇവർ തങ്ങളിൽ എന്താ ഇത് നോക്കിയാൽ 1 × 5 ആണ് അല്ലേ? എന്താ 15 എന്ന് വെച്ചാൽ 3 × 5 ആണ്. നമ്മളോട് ചോദിച്ചത് ആൾ മൾട്ടിപ്പിൾസ് ഓഫ് 5 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 15 എന്നാണ്. 5ൻ്റെ ഗുണിതങ്ങളെല്ലാം 5ൻ്റെ ഗുണിതങ്ങൾ നോക്കിയേ 1 5 ഈ ഗുണിതങ്ങളെല്ലാം എന്താ 15ൻ്റെ ഗുണിതങ്ങളാണോ എന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. ആണോ? തിരിച്ചായിരുന്നെങ്കിൽ ആയേനെ അല്ലേ? 15ൻ്റെ ഗുണിതങ്ങളെല്ലാം ഇവിടെ നോക്കിക്കേ. 5ൻ്റെ ഗുണിതങ്ങളിൽ 5 10 15 20 എന്നല്ലേ കുഞ്ഞുങ്ങളെ 5ൻ്റെ ഗുണിതങ്ങൾ. സംശയം ഉണ്ടേ നോക്കണേ. 5 10 അല്ലേ? പക്ഷേ എന്താ ഈ ഗുണിതങ്ങളെല്ലാം നമ്മുടെ 15 എന്താ 30 45 എന്നാണ് ഏതാ 15ൻ്റെ ടേബിള്. നോക്കിയേ, 5 ഇതിനകത്തിലുണ്ടോ? ഇല്ല. 10 ഇതിനകത്തിലുണ്ടോ? ഇല്ല. അപ്പോൾ 5ഉം 10ഉം ഇല്ല അല്ലേ? 20 ഉണ്ടോ? ഇല്ല. അപ്പം ഈ 5ൻ്റെ ഗുണിതങ്ങളെല്ലാം നമ്മുടെ ഈ 15 എഴുതി വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണം. തിരിച്ചായിരുന്നെങ്കിൽ പറ്റിയേ കേട്ടോ. 15ൻ്റെ ഗുണിതങ്ങളിനകത്ത് മുമ്പ് നമ്മൾ ചെയ്തപ്പോൾ അല്ലേ എത്രാമത്തെയാ? 4ാമത്തെ കണക്ക് അല്ലേ? 4അല്ല 3ാമത്തെ കണക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? അപ്പോൾ ഈ 5ൻ്റെ ഗുണിതം എന്ന് വെച്ചാൽ 5 10 15 20 കുഞ്ഞുങ്ങളെ. ഈ തന്നിരിക്കുന്ന ഗുണിതങ്ങളെല്ലാം നമ്മുടെ ഈ 15ൻ്റെ ഗുണിതങ്ങളിലുണ്ടോ? ഇല്ല. നോക്കി, 5 ഉണ്ടോ? ഇല്ല. 10 ഉണ്ടോ? ഇല്ല. 15 മാത്രമുണ്ട്. 20 ഉണ്ടോ? ഇല്ല. അപ്പോൾ അതെല്ലാം ഉണ്ടോ? ഇല്ല കേട്ടോ. അത് നോക്കണേ കുഞ്ഞുങ്ങളെ. അത് അപ്പോൾ എന്താ? ഇതൊരു ഫാൾസാണ്. ഈ ഒരു ചോദ്യം ഫാൾസാണ്. എൻ്റെ റീസൺ എന്താ കുഞ്ഞുങ്ങളെ? റീസൺ എങ്ങനെ എഴുതാം നമുക്ക്? 15 എന്ന് പറയുന്നത് ഈസ് നോട്ടാണ് കേട്ടോ. നോട്ട് എ ഫാക്ടർ ഓഫ് 5 എന്ന് വെച്ചാൽ 5ൻ്റെ
ഒരു ഘടകമല്ല, 5ൻ്റെ ഒരു ഘടകമല്ല ഏതാ 15. ഇത്രയും മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇത് വലിയൊരു റീസണാണ്, അത് കുഞ്ഞൊരു വരിയാണെങ്കിലും വലിയ. ഇനി അതേപോലെ തൊട്ട് അതിൻ്റെ താഴെ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. എന്താ? ആൾ മൾട്ടിപ്പിൾസ്, അതങ്ങോട്ട് എഴുതിയേക്കാം. ആൾ മൾട്ടിപ്പിൾസ് ഓഫ് 3, മുമ്പ് തന്നതിൻ്റെ നേരെ തിരിച്ചാ, 3R മൾട്ടിപ്പിൾ ഓഫ്, മുമ്പ് തന്നിരിക്കുന്ന ആ ചോദ്യം നിങ്ങൾ കണ്ടറിയാമോ? നിങ്ങളെ തല തിരിച്ചിട്ടേക്കുക കേട്ടോ. നിങ്ങളെ ഒന്ന് ഇത് ചിന്തിക്കാൻ വേണ്ടി തല തിരിച്ചിട്ടേക്കുക. നോക്കിയേ, 3ൻ്റെ ഇവിടെ ചോദിച്ചേക്കുന്നത് 3ൻ്റെ ഗുണിതങ്ങളാണ്. 3ൻ്റെ ഗുണിതങ്ങളെല്ലാം എന്തോത്തിലാ? 15ൻ്റെ ഗുണിതത്തിൽ വരുമോ? ചോദ്യം ചുരുക്കി എഴുതുന്നതുകൊണ്ട് നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. ചോദ്യമല്ല, നമുക്ക് ആൻസർ ആണ് എഴുതുന്നത്. ഓക്കെ, നിങ്ങൾ 3ൻ്റെ ഗുണിതം വെച്ചാൽ ഒരു 3, 3, 3, 6, 3, 9, 4, 3, 12, 3, 15, 6, 3, 18 ഇങ്ങനെയാണ് 3ൻ്റെ. 15ൻ്റെയോ? ഒരു 15, 15, 30, 45, 60 എത്രയിലോട്ട് അങ്ങനെ പോവാം. നോക്കിയേ, 3ൻ്റെ ഗുണിതങ്ങളല്ല. ഇവിടെ നോക്കൂ നിങ്ങളെ, 3, ഈ 3 ഇതിലുണ്ടോ? ഇല്ല. 6 ഇതിനകത്തിലുണ്ടോ? ഇല്ല. 15 ഉണ്ട് അല്ലേ? 15 ഉണ്ട്. എന്നാൽ 18 ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിനകത്തിലെ എല്ലാം ഇതിനകത്തിലുണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ട്രൂ ഓർ ഫാൾസ് ആണേ? ഉണ്ടോ ഇല്ലയോ, ആണോ അല്ലയോ എന്നാണ്. അപ്പോൾ ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല. അപ്പോൾ അതും ചോദ്യം മനസ്സിലാക്കുക എന്നുള്ളത് കേട്ടോ. തിരിച്ചിട്ടപ്പോഴത്തേക്ക് കണ്ടോ സംഭവം മാറിയത്. അപ്പോൾ ഇതും എന്താ കുഞ്ഞുങ്ങളെ? ഇതും ഫാൾസ് ആണ് കേട്ടോ. ചാടി കയറി എഴുതി വെക്കല്ലേ. ഫാൾസ് എന്ന് വെച്ചാൽ ഇത് എന്താ? തെറ്റാണ് അല്ലേ? ശരിയും തെറ്റും ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. എന്തുകൊണ്ടാണ് ഇത് ഫാൾസ് ആയത്? റീസൺ എന്താ കുഞ്ഞുങ്ങളെ? റീസൺ 15 എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ഫാക്ടർ. 15 ഈസ് നോട്ട് എ ഫാക്ടർ. ഏതിൻ്റെയാ? 3യുടെ എല്ലാം 15ൽ വരുന്നുണ്ടോ? നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി കേട്ടോ. പല രീതിയിൽ ഇത് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പം ഇതാണ്. നമ്മൾ ടേബിൾ എഴുതിയിട്ട് ആദ്യത്തേത് ഇതിനകത്തിലുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3ൻ്റെ ഘടകമല്ല കുഞ്ഞുങ്ങളെ എന്താ? 15 കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായെങ്കിൽ നമുക്കിനി അടുത്ത പ്രൈമറി ഫാക്ടർ ഉണ്ട്. അത് പാർട്ട് 2-ലിടാം. മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയണേ കുഞ്ഞുങ്ങൾ കേട്ടോ. നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിടുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ അങ്ങ് വിട്ടേക്കാം അല്ലേ. മനസ്സിലാവുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.